ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ വീഡിയോ ചെയ്തതിൻ്റെ കാര്യം, നമ്മൾ റൈറ്റ് ബോർഡിനൊരു ചെറിയ ഓഫീസ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിനകത്ത് തന്നെ ഒരു ഹോം ഓഫീസ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു മിനിമൽ ബഡ്ജറ്റിൽ ഹോം ഓഫീസ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫീസ് കണ്ടാലോ? തുറന്നു കാണാം നമുക്കപ്പോൾ ഓഫീസ്. ഇതാണ് നമ്മുടെ റൈറ്റ് ബോർഡിൻ്റെ ഓഫീസൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഇവിടെ ആയതുകൊണ്ട് ഞാനതിനെ നമ്മളുടെ ഒരു റൂമിനെ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താണ്. ഇത് എൻ്റെ ഡെസ്കിലൊക്കെ ഞാൻ കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വെച്ച് ഒരു പോസിറ്റീവ് വൈബൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതെല്ലാ സാധനങ്ങളും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ റൈഡ്. പിന്നെ അതേ ഒരു ബുക്ക് വയ്ക്കാൻ ഒരു സ്റ്റാൻഡ്, പിന്നെ പെന്ന് വയ്ക്കുന്നൊരു കുട്ടി പട്ടിയുടെ സാധനം. ഇതിൻ്റെ അകത്ത് റൈറ്റ് ബോർഡിൻ്റെ തന്നെ ഒരു ലോഗോ ഒക്കെ ഉള്ളൊരു ബുക്ക്, കസ്റ്റമൈസ് ചെയ്തൊരു ബുക്ക്. രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഒരെണ്ണം നമ്മളുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുണ്ട് ലക്ഷ്മിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത തവണ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ കൃഷ്ണനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ച ഒരു പീസാണ്. നമ്മളുടെ വിൻഡോയിൽ നിന്നുള്ള വ്യൂ കണ്ടോ, നല്ല ഗ്രീനറിയാണ്. പിന്നെ ഞാൻ ഒരു ചെടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം മിനിമലിസ്റ്റിക് സാധനങ്ങളാണ്, അല്ലാതെ ഒന്നും എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ റൈഡാണ്. പിന്നെ ഇതുപോലെ ഈ ചെറിയ ബുക്ക് ഷെൽഫ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ റൂം കൂടി ആയതുകൊണ്ടാണ് ഈ വാൾപേപ്പേഴ്സൊക്കെ ഒട്ടിച്ചത്. ഇഫ് നത്തിങ് ചേഞ്ച് ദർ വിൽ ബി നോ ബട്ടർഫ്ലൈസ്. നല്ല കോട്ടല്ലേ ഇത്. ഈ കോട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അവൾക്ക് ഈ പാണ്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും പാണ്ഡെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അവൾ ഇതെല്ലാം ഇളക്കി കളയാൻ വരുമെന്ന്. പക്ഷേ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ ഉറക്കമായിരുന്നു ഞാൻ ഒട്ടിക്കുന്ന സമയത്ത്. ഉണർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആളിത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ കൂടി ചിലതൊക്കെ ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ വാങ്ങിച്ചൊരു കബോർഡ്. ഇതും എൻ്റെ ഫേവറേറ്റാണ്. നമ്മൾ ഹോം ഓഫീസൊക്കെ സെറ്റപ്പ് ചെയ്തതിൻ്റെ അന്ന് തന്നെ അടിപൊളി മഴ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടെ ഇരുന്നിട്ട് മഴ കാണുന്നതാണ്. ഭയങ്കര രസമാണ് ഇവിടെ ഇരുന്നിട്ട് മഴ കാണുന്നത്. അതപ്പുറത്തുള്ളൊരു ചെറിയ വീടാണ്, പക്ഷെ അവിടെ ആണെങ്കിൽ ഫുൾ പച്ചപ്പ്. അവിടെ ഒരു ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ വന്നിട്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് മിനിമം ബഡ്ജറ്റേ ആയിട്ടുള്ളൂ. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 5000 രൂപ താഴെ ആയിട്ടുള്ളൂ. ഒരു 3000 അത്രേ ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചോളൂ. പ്രത്യേകിച്ച് ഈ കബോർഡ് വാങ്ങിച്ചുകൊണ്ടാണ് അത്ര ആയത്. അത് വാങ്ങിച്ചില്ലെങ്കിൽ അത്രയും പോലും ആകത്തില്ലായിരുന്നു. കാരണം കബോർഡ് നമുക്ക് ഭയങ്കര അത്യാവശ്യമായിരുന്നു. ഇവിടെ നേരത്തെ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു. ഷെൽഫ് നമ്മൾ പോയ സമയത്ത് വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ അത് എടുത്തുകൊണ്ട് വരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു കബോർഡ് വാങ്ങിച്ചത്. അപ്പോൾ കബോർഡിൻ്റെ അകത്താണ് സാൻവിയുടെ ബുക്കും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ടാണ് ഇത്ര ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയൊന്നും ആവത്തില്ലായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര അത്യാവശ്യമായിരുന്നു ഇങ്ങനൊരു ഹോം ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നത്. കാരണം ഇപ്പം ഓൾമോസ്റ്റ് പിന്നെ ഒരു ഡേയുടെ ഫുൾ സമയവും ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പം നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു മൂഡ് വരണം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് വരേണ്ടത് ഭയങ്കര അത്യാവശ്യം. ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും പിന്നെ വീടിൻ്റെ ഒരു സീരിയസ് ഇല്ലായ്മയിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഇതിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ നിന്ന് മാറി ഇരുന്ന് വർക്ക് ചെയ്യുന്നതായിട്ടൊരു ഫീല് വരും. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഇപ്പം പൊതുവെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭയങ്കര വ്യാപകമാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം അത് നല്ലപോലെ സ്പ്രെഡായിട്ടുള്ള സംഭവമാണ്. അപ്പം വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന മാതിരി എന്താ പറയുക, സ്വന്തമായിട്ടൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണിത്. പിന്നെ നമ്മൾ പിന്നെ അത്യാവശ്യം നമ്മുടെ ഡെസ്കൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിക്കാം, ഓർഗനൈസ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടിരുന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂഡ് തന്നെ ഭയങ്കര വ്യത്യാസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഹോം ഓഫീസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നുണ്ട്. ബൈ ബൈ.